ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ദുരന്തർ 2ന്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. യാതൊരു തരത്തിലുള്ള സ്പോയിലർ വീഡിയോ ഉണ്ടാവില്ല. വീഡിയോന്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിന് എടുത്തു പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ടാണ് ഈ 4 മണിക്കൂർ നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയത്. കിട്ടില്ല മ്യൂസിക് പ്ലേസ്മെന്റ് മക്കളെ, ഒരു രക്ഷയില്ല. ഞാൻ സിനിമയുടെ തുടക്കം തൊട്ട് അടിയാണ്. നമുക്ക് ഞാൻ അത്ര ഹിന്ദി അറിയാത്ത ഒരാളാണ്, കേട്ടാൽ അങ്ങനെ മനസ്സിലാവാത്ത ഒരാളാണ്. സബ് ടൈറ്റിലിനെ പ്രതീക്ഷിച്ച് പോയി പടം കണ്ടിട്ട് സബ് ടൈറ്റിൽ ഇല്ല. സബ് ടൈറ്റിൽസ് ഇല്ലാണ്ടും നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് അവർ പടം എടുത്തത്. സംസാരമൊക്കെ വളരെ കുറവാണ്. മറ്റൊരു പ്രത്യേകത ആണെങ്കിൽ ഇതിൽ സസ്പെൻസ് മക്കളെ അടിപൊളിയാണ്. ഇതിൽ 1-2 സസ്പെൻസ് അല്ല, വെച്ചടി സസ്പെൻസ് ഉണ്ട് പടത്തിൽ. സെക്കൻഡ് ഹാഫ് ആണ് ഈ മെയിൻ സസ്പെൻസ് കാണിക്കുന്നത്. ത്രില്ലിംഗ് ആണ്, ആക്ഷൻ കിട്ടില്ല ആക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടി ബ്രൂട്ടലാണ് ഈ പടം. ആൻഡ് സ്ട്രിക്ട്ലി അഡൽട്ട് ഉള്ളിയാണ്. ചെറിയ മക്കളെ കൂട്ടി സിനിമ കാണാൻ പോകരുത്. എടുത്തു പറയേണ്ടത് മാധവനെയാണ് മക്കളെ. നിങ്ങൾക്കൊരു രോമാഞ്ചം വരും. മാധവന്റെ ഒരു സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ. ഓ പുള്ളി രൺവീർ സിംഗ് നമുക്കറിയാം, പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട് പടത്തിന് വേണ്ടിയിട്ട്. പുള്ളി ഒരു രക്ഷയില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും ആരും മോശം പറയാനില്ല. എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ, ഇതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം ഒരു രക്ഷയില്ല. ഈ ദുരന്തർ പാർട്ട് 1-നേക്കാളും എത്രയോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദുരന്തർ പാർട്ട് 2 ആണ്. 4 മണിക്കൂർ പടം ഉണ്ടെങ്കിലും ഇതിൽ പല സീനുകൾ നമുക്ക് വീണ്ടും എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലൊരു പടമാണ്. ദുരന്തർ 1 അധികം റിപ്പീറ്റ് വാലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇതൊരു പൊളി സംഭവമാണ്. പ്രശ്നം എന്താ വരുന്നത് വെച്ചാൽ, ഇതൊരു 4 മണിക്കൂർ സിനിമകളുണ്ട്. ആൾക്കാർക്ക് അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിനാൽ എത്ര പേര് തിയേറ്ററിൽ പോകുന്നത് എനിക്കറിയില്ല. ബട്ട് മക്കളെ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. ഞാൻ എടുത്തു പറയാണ്, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. ഇതിൻ്റെ ഒരു നമ്മൾ ദുരന്തർ പാർട്ട് 1 കണ്ടവർക്കറിയാം, ഇത് പല ചാപ്റ്റർ ആയിട്ടാണ് സിനിമ കാണിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ ചാപ്റ്റർ ക്ലൈമാക്സ് എന്താ ഒരു ഉണ്ടാക്കി വെച്ചത് മക്കളെ. ക്ലൈമാക്സ് മക്കളെ, നിങ്ങൾ ഈ 3.5 മണിക്കൂർ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ ഈ ക്ലൈമാക്സ് മക്കളെ അവർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താ ഞാൻ ഭയങ്കര പൊലിപ്പിക്കില്ല. നിങ്ങളിത് പടം കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളി ക്ലൈമാക്സാണ്, അടിപൊളി. ഇതിലൊരു മ്യൂസിക് ഉണ്ട്, ഞാൻ സ്പോയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സ്പോയിൽ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. അയ്യോ കിട്ടില്ല പരിപാടി ഉണ്ട് പടത്തിൽ. തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയാണ്. നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമേൻ്റെ അവസാനം എൻഡ് ക്രെഡിറ്റ് കാണണമെന്ന് നമ്മുടെ പ്രൊഡ്യൂസർമാർ പറയുന്നുണ്ട്. ഓക്കെ, ഈ സിനിമേൻ്റെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നൊരു എഴുത്ത് ഇങ്ങനെ കാണിക്കല്ലോ, ലാസ്റ്റ് സ്ലൈഡ് ചെയ്ത് കാണിക്കല്ലോ. അത് കഴിഞ്ഞിട്ടൊരു എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് പടം 4 മണിക്കൂർ കണ്ടതിന് ശേഷം നമ്മൾ ആ എൻഡ് ക്രെഡിറ്റ് കുത്തിരിഞ്ഞ് കണ്ടിട്ട് വേണം ഈ സീൻ കാണാൻ. അത്രയ്ക്ക് വെർത്തല്ല ആ സീന്. അത് OTT വരുമ്പോൾ ഗൈസ് നിങ്ങളൊന്ന് സ്കിപ്പ് അടിച്ച് ആ സീനൊന്ന് കണ്ടാൽ മതി. കഥയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ അടുത്ത പാർട്ടൊന്നുമില്ല പടത്തിന്. ഇതോടെ പടം കഴിയും. നല്ലൊരു പടമാണ്, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊന്ന് OTT കണ്ടിട്ട് നിങ്ങൾ പടത്തിന് വിലയിരുത്തരുത്. ഇത് തിയേറ്റർ മൂവിയാണ്. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.